ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കെ ലോകമെങ്ങും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരുണ്ട്. അത് ആയത്തുള്ള അലി ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ കുറിച്ചാണ്. ഈ 86-കാരനെ വധിക്കണം എന്നതാണ് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം. ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ സൂപ്പർ ഹീറോയായാണ് ഖമേനി ഇപ്പോൾ വാഴ്ത്തപ്പെടുന്നത്. ഇസ്രായേലിനൊപ്പം അമേരിക്കയും ഒന്നിച്ച ഖമേനിയെ ടാർഗറ്റ് ചെയ്തുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. 1939 ഏപ്രിൽ 19 ഖുറാസാൻ പ്രവിശ്യയിലെ മഷ്ഹദിലാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ജനിക്കുന്നത്. സയ്യിദ് അലി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. സയ്യിദ് അലി ഒരു ഇസ്ലാമിക പണ്ഡിതനായ സയ്യിദ് ജവാദ് ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സയ്യിദ് അലി മഷ്ഹദിലെ ദൈവശാസ്ത്ര വിഭാഗത്തിലാണ് പഠനം തുടർന്നിരുന്നത്. ഇറാന്റെ വിപ്ലവത്തിന്റെ ആചാര്യനും ഗുരുനാഥനുമായിരുന്ന ആയത്തുള്ള ഖുമൈനിയും ആയത്തുള്ള ബുറൂജിർദിയും അദ്ദേഹത്തിന്റെ അധ്യാപകരായിരുന്നു. ഇറാനെ ലോക മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ എത്തിക്കുക എന്നതായിരുന്നു ഖുമൈനി കണ്ട സ്വപ്നം. ശിഷ്യൻ അത് സാധിച്ചു. ഖുമൈനി വിഭാവനം ചെയ്തതിലപ്പുറത്ത് ഇറാനെ അദ്ദേഹം എത്തിച്ചു. ഇന്ന് സുന്നി രാഷ്ട്രങ്ങളിൽ ഖത്തർ ഒഴികെയുള്ളവ ആരും ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഖമേനിയുടെ ഉറച്ച പിന്തുണയോടെ ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തികളും ഗസയിലെ ഹമാസും ഒക്കെ വളർന്നു. 1979 ഫെബ്രുവരി 1 വിപ്ലവ സേനയുടെ കമാൻഡറായി ഖമേനി ചുമതലയേറ്റു. പിന്നീട് പ്രതിരോധ കൗൺസിലിൽ വിപ്ലവ കൗൺസിലിന്റെ പ്രതിനിധിയായും പ്രതിരോധ സഹമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. 1981 ജൂണിൽ ടെഹ്റാൻ പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിനിടെ നടന്ന വധശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഖമേനി രക്ഷപ്പെട്ടത്. ദൈവിക വിരുദ്ധരായ ഫോർഖാൻ ഗ്രൂപ്പാണ് ആക്രമണം നടത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വലത് കൈ തളർന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയുടെ അടിസ്ഥാനത്തിൽ ഒരു പരിധിവരെ കൈയുടെ സ്വാധീനം വീണ്ടെടുത്തു. അത് ഇന്നും പൂർണ്ണമായും ശരിയായിട്ടില്ല. പക്ഷേ 1981 1986 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം 95%, അതുപോലെ തന്നെ 86% എന്നിങ്ങനെ വോട്ടുകൾ നേടി അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റായി മാറുകയായിരുന്നു. 1989 ജൂൺ 3 ആയത്തുള്ള ഖുമൈനി മരണപ്പെട്ടതിനെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവായി ഖമേനി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഇറാൻ എന്നാൽ ഖമേനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിലംപരിശാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും നന്നായി അറിയാം. ഖുമൈനിയിൽ നിന്ന് ഖമേനിയിലേക്ക് അധികാരം മാറിയതോടെ മതകാർക്കശ്യങ്ങൾ കൂടുതലായിട്ടുണ്ട്. 89 ഇടതുപക്ഷക്കാരെ ഇവർ കൂട്ടക്കൊല ചെയ്തു. ഇറാനിലെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ലിംഗപരവും ലൈംഗികപരവുമായ സ്വാതന്ത്ര്യം ഇപ്പോഴും തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയ മതഭരണത്തിന്റെ ഭാഗമായ ശുദ്ധീകരണമായി കണക്കാക്കപ്പെടുന്നു. സ്വർഗാനുരാഗം വധശിക്ഷ കിട്ടുന്ന കുറ്റമായി മാറിയിട്ടുണ്ട്. ലിബറലിസത്തിനും കമ്മ്യൂണിസത്തിനും ഭീഷണികൾ നേരിട്ടു. സുന്നികളും കൂട്ടക്കൊലയ്ക്ക് ഇരകളായി. സ്ത്രീകൾക്ക് ശബ്ദമുയർത്താൻ പോലും സാധിക്കാതെയായി. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ടിപ്പിക്കൽ രീതിയിലുള്ള ഒരു വളർച്ചയാണ് ഖമേനിയുടേത്. ഒരു സാധാരണ മൗലവിയായി തുടങ്ങിയ അദ്ദേഹം തോക്കെടുത്ത് ശത്രുവിനെതിരെ നേരിട്ട് പോരാടിയ യോദ്ധാവ് കൂടിയായി മാറി. പടിപടിയായി വളർന്ന അയാൾ ഇറാന്റെ പ്രസിഡന്റും പിന്നീട് പരമോന്നത നേതാവുമായി. ഖമേനി ഒന്ന് അയഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം തീരും. ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്നും ഇസ്രായേലുമായി ശത്രുതയില്ല എന്ന് പറഞ്ഞാൽ കാര്യം അവസാനിക്കും. പക്ഷേ ഖമേനിയുടെ മനസ്സിളകില്ല. കാരണം ഒരുപാട് ചോര കണ്ട വളർന്ന നേതാവാണ് ഖമേനി.